ആരോഗ്യത്തിന് വേണ്ടി തന്നതാണ് ഉറക്കം. അത് ഉറങ്ങേണ്ട സമയത്ത് മനുഷ്യൻ ഉറങ്ങണം. ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് മനുഷ്യൻ ഭക്ഷണം കഴിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് എപ്പോഴാണ്? പാതിരക്കല്ല, കഴിയുന്നതും മഗ്രിബിന് മുമ്പേ. ഇനി അഥവാ സമയം കൂടിയാൽ ഇശാഇന് മുന്നേ, അല്ലെങ്കിൽ ഇശാ നിസ്കരിച്ച ഉടനെ. അതാ പാതിരാ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് എത്ര ആരോഗ്യത്തിന് ഹാനികരമാണ്. നിങ്ങൾ ഡോക്ടർമാരോട് ചോദിച്ചു നോക്കൂ, അത് വലിയ അപകടമാണ്, ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാണ്. ഭക്ഷണം കഴിക്കേണ്ടത് നേരത്തെയാണ്. നിങ്ങൾ കാണുന്നില്ലേ, നമ്മുടെ വീട്ടിലുള്ള മൃഗങ്ങൾ വരെ വളരെ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് അതാ അതിന്റെ ആലയിൽ, അതിന്റെ തൊഴുത്തിൽ അത് നേരത്തെ തന്നെ വന്ന് കിടന്ന് നേരത്തെയുള്ള ഭക്ഷണം ദഹിച്ചു കിട്ടാൻ വേണ്ടി തെക്കിയിരക്കുകയാണ്. നമ്മളിപ്പാതിരാ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് അത് ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ്. ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കണം. ഒരു ഭക്ഷണം കഴിച്ചാൽ അത് ദഹിച്ചിട്ടേ പിന്നെ ഭക്ഷണം കഴിക്കാവൂ. നമ്മൾ ഒന്ന് കഴിച്ചു ഉടനെ തന്നെ വീണ്ടും കഴിച്ചു, അരമണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും കഴിച്ചു, പിന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും കഴിച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ നാട്ടിലുള്ളൊരു ഫ്ലവർ മില്ല്, ആ ഫ്ലവർ മില്ലിൽ നിങ്ങൾ കുറച്ച് സാധനം ഇടിക്കാൻ വേണ്ടി, പൊടിക്കാൻ വേണ്ടി ഇട്ടുകൊടുത്തു. അത് പൊടിച്ച് കഴിയുന്നത് വരെ ഒന്ന് കാത്തു നിൽക്കണ്ടേ? അതിങ്ങനെ പൊടിച്ചോണ്ടിരിക്കുമ്പോൾ പിന്നെ ഇട്ടുകൊടുത്ത്, പിന്നെ ഇട്ടുകൊടുത്താൽ ആ മെഷീൻ കേടുവരൂല്ലേ? നിങ്ങളുടെ ശരീരത്തിലുള്ള ആരോഗ്യം നശിച്ചു പോകൂലേ? അപ്പൊ ഭക്ഷണം കഴിക്കുന്നവർ ആദ്യം കഴിച്ച ഭക്ഷണം അതാ ദഹിക്കാൻ വേണ്ടി കാത്തു നിൽക്കണം. അങ്ങനെ കഴിക്കുമ്പോൾ തന്നെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം എന്താണ്? വയറ്റിൽ നിറയെ കഴിക്കരുത്. വയറിന്റെ 1/3 ഭക്ഷണത്തിന് വേണ്ടി വെക്കണം, 1/3 വെള്ളത്തിന് വേണ്ടി മാറ്റി വെക്കണം, 1/3 കാലിയാക്കിയിട്ടേക്കണം. അങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. എന്നാൽ രോഗത്തിന് എത്രയെത്ര മാറ്റമുണ്ടാകും. ഞാൻ പറയട്ടെ, പല ആശുപത്രികളിലും ചെന്നാൽ മുസ്ലിമീങ്ങളാണല്ലോ ആശുപത്രിയിൽ കൂടുതലുള്ളത്. പ്രത്യേകിച്ച് പ്രൈവറ്റ് ആശുപത്രിയാണെങ്കിൽ മുസ്ലിമീങ്ങളെ ആണല്ലോ കൂടുതൽ കാണുന്നത്. കാരണം എന്തേ? അധ്വാനിക്കാതെ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതിന്റെ ഫലമാണ്. നബിതങ്ങളെ നമ്മൾ അനുസരിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് ആരോഗ്യം സംരക്ഷിക്കപ്പെടുമായിരുന്നു. നബിയുനൽ ആമിറുൻ നഹി ഫലാ അഹദു അബറ ഫി ഖൗലിലാ മിൻഹു വലാ അമീം. അവിടുന്ന് പറഞ്ഞു തരേണ്ടതെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, വിരോധിക്കേണ്ടതെല്ലാം വിരോധിച്ചിട്ടുണ്ട്. അതേ, കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ, നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ, അമിതമാകല്ലേ. ഖുർആൻ തന്നെ ഓതി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്.